ഹായ്, എല്ലാവർക്കും സ്വാഗതം. നമ്മളെപ്പറ്റിയും നമുക്ക് ചുറ്റുമുള്ള ആളുകളെപ്പറ്റിയും കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് ഒരു യാത്ര പോകാം. എന്റെ കൂടെ വരൂ. അപ്പൊ നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലേ? ഒരു നിമിഷത്തേക്ക് ഒന്ന് കണ്ണടച്ചിട്ട് ഒരു ആപ്പിളിനെ കുറിച്ചൊന്ന് ആലോചിച്ചേ. എന്താ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യമായിട്ട് വന്നത്? ഒരു ചിത്രമാണോ മനസ്സിൽ വന്നത്? ചിലപ്പോ ആ ആപ്പിളിന്റെ നല്ല ചുവന്ന നിറം, അതിന്റെ ആ ഒരു ഷേപ്പ്, അതാണോ നിങ്ങൾ ആദ്യം തന്നെ കണ്ടത്? അതുമല്ലെങ്കിൽ ഒരു ശബ്ദമായിരുന്നോ? ആരെങ്കിലും ആപ്പിൾ എന്ന് പറയുന്നത് പോലെയോ, അല്ലെങ്കിൽ ആ വാക്ക് നിങ്ങളുടെ മനസ്സിലിങ്ങനെ മുഴങ്ങുന്നത് പോലെയോ, അങ്ങനെ എന്തെങ്കിലും ആയിരുന്നോ? അതുമല്ലെങ്കിൽ ഒരുപക്ഷെ അതൊരു ഫീലായിരുന്നു. ആ ആപ്പിളിന്റെ മധുരം, അത് കയ്യിലെടുക്കുമ്പോഴുള്ള ഒരു തണുപ്പ്, അതിന്റെ ഒരു വെയിറ്റ്, ഇതാണോ നിങ്ങൾക്ക് തോന്നിയത്? കണ്ടോ, ഈ വ്യത്യാസങ്ങളുണ്ടല്ലോ, ഇതാണ് നമ്മളെ തന്നെ മനസ്സിലാക്കാനുള്ള ഒരു താക്കോല്. അപ്പൊ ഈ പറഞ്ഞ വ്യത്യസ്തമായ ചിന്താരീതികളിലെ ഇതിനെ മനസ്സിലാക്കാൻ സഹായിക്കുന്നൊരു മോഡലാണ് VAK മോഡൽ, വിഷ്വൽ, ഓഡിറ്ററി, കിനസ്തെറ്റിക്. അതാണ് ഇതിന്റെ 3 തൂണുകൾ. സിമ്പിളായിട്ട് പറഞ്ഞാ, നമ്മുടെ തലച്ചോറിലേക്ക് ഇൻഫർമേഷൻ എത്തുന്നത് പ്രധാനമായും ഈ 3 വഴികളിലൂടെയാണ്: കാഴ്ച, കേൾവി, പിന്നെ അനുഭവം. ഇത് ശരിക്കും നമ്മുടെ ഉള്ളിലെ ലോകത്തെ മനസ്സിലാക്കാനുള്ള ഒരു മാപ്പ് പോലെയാണെന്ന് പറയാം. ഓക്കെ, അപ്പോ ഇനി നമുക്ക് ഈ ഓരോ ടൈപ്പിനെക്കുറിച്ചും കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ? നിങ്ങളിതിൽ ഏത് കാറ്റഗറിയിൽ വരുമെന്ന് കണ്ടുപിടിക്കാൻ റെഡിയല്ലേ? ഇവിടെ നോക്കൂ, ഒറ്റ നോട്ടത്തിൽ തന്നെ ഈ 3 തരം ചിന്തകരും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ നമുക്ക് കാണാം. വിഷ്വൽ ആളുകൾ കണ്ടാണ് പഠിക്കുന്നത്, ഓഡിറ്ററി ആളുകൾ കേട്ടാണ് പഠിക്കുന്നത്, കിനസ്തെറ്റിക് ആളുകളാണെങ്കിൽ അത് ചെയ്ത് അനുഭവിച്ചറിയണം. സംസാരത്തിന്റെ വേഗതയിലുണ്ട് വ്യത്യാസം, അവർ ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങളിലും വ്യത്യാസമുണ്ട്. അപ്പോ ആദ്യം വിഷ്വൽ ചിന്തകർ. ഇവർ ലോകത്തെ കാണുന്നത് തന്നെ ചിത്രങ്ങളായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇവർ സംസാരിക്കുന്നത് കുറച്ച് സ്പീഡിലായിരിക്കും. പിന്നെ സംസാരിക്കുമ്പോൾ കൈകളൊക്കെ ഉപയോഗിച്ച് ആംഗ്യങ്ങൾ കാണിക്കുന്നതും കാണാം. എനിക്ക് കാര്യം പിടികിട്ടി, അല്ലെങ്കിൽ ഞാനൊന്ന് നോക്കട്ടെ എന്നൊക്കെ ഇവർ സാധാരണയായി പറയുന്നത് കേട്ടിട്ടില്ലേ? അടുത്തത് ഓഡിറ്ററി ചിന്തകരാണ്. പേരുപോലെ തന്നെ ഇവർക്ക് കേൾവിയാണ് ഏറ്റവും പ്രധാനം. ശബ്ദങ്ങൾ, മ്യൂസിക്, സംസാരം, ഇതിലൂടെയാണ് ഇവർ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കുന്നത്. ഇവരുടെ സംസാരത്തിന് ഒരു പ്രത്യേക താളം കാണും. വളരെ കൃത്യമായിട്ടായിരിക്കും സംസാരിക്കുക. അത് കേൾക്കാൻ കൊള്ളാം, അല്ലെങ്കിൽ നീ പറയുന്നത് എനിക്ക് കേൾക്കാം എന്നൊക്കെയാവും ഇവരുടെ സാധാരണ സംസാരരീതി. ഇനി 3ാമത്തെ കൂട്ടർ കിനസ്തെറ്റിക് ചിന്തകർ. ഇവർക്ക് കാര്യങ്ങൾ ചെയ്തു തന്നെ പഠിക്കണം, അനുഭവിച്ചറിയണം. ഫീലിംഗ്സിനും ടച്ചിനുമൊക്കെയാണ് ഇവർ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ സംസാരം കുറച്ചു പതുക്കെയും ആലോചിച്ചുമായിരിക്കും. എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ഇതൊരു വലിയ ഭാരമായിട്ടാണ് തോന്നുന്നത് എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ ഇവരിൽ നിന്ന് നമുക്ക് കേൾക്കാം. അപ്പോൾ ഈ 3 രീതികളെപ്പറ്റി കേട്ടപ്പോൾ നിങ്ങൾ ഇതിൽ ഏതായിരിക്കും എന്ന് ഒരു സംശയം തോന്നുന്നുണ്ടാവും, അല്ലേ? അത് കണ്ടുപിടിക്കാൻ നമുക്കൊരു ചെറിയ ബീച്ച് ടെസ്റ്റ് ചെയ്തു നോക്കിയാലോ? റെഡി? അപ്പോ സൗകര്യമായി ഒരിടത്ത് ഇരുന്നിട്ട് പതിയെ കണ്ണുകൾ അടയ്ക്കൂ. നിങ്ങൾ നല്ല ഭംഗിയുള്ള ഒരു കടൽ തീരത്ത് നിൽക്കുകയാണെന്നൊന്ന് സങ്കൽപ്പിച്ചു നോക്കിക്കേ. ആ ഒരു ഫീൽ മനസ്സിലേക്ക് കൊണ്ടുവരൂ. ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും തെളിഞ്ഞു വന്നതെന്തായിരുന്നു? ആഞ്ഞടിക്കുന്ന തിരമാലകൾ കരയിലേക്ക് വരുന്ന ആ ഒരു കാഴ്ചയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷേ നിങ്ങളൊരു വിഷ്വൽ പേഴ്സൺ ആകാം. അതോ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് അവിടുത്തെ ശബ്ദങ്ങളായിരുന്നു? തിരമാലകളുടെ ആ ഇരമ്പലും കടൽക്കാക്കകൾ കരയുന്ന ശബ്ദവുമൊക്കെ അതാണോ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വന്നതെങ്കിൽ നിങ്ങളൊരു ഓഡിറ്ററി വ്യക്തിയാകാനാണ് സാധ്യത. അതുമല്ലെങ്കിൽ നിങ്ങളുടെ കാലിനടിയിലെ മണലിന്റെ തണുപ്പ്, മുഖത്ത് തട്ടുന്ന ആ ഇളം കാറ്റ്, ആ ഒരു സുഖമാണോ നിങ്ങൾ അനുഭവിച്ചത്? ആ ഒരു ഫീലിനാണ് നിങ്ങൾ പ്രാധാന്യം കൊടുത്തതെങ്കിൽ നിങ്ങളൊരു കിനസ്തെറ്റിക് വ്യക്തിയാണ്. കണ്ടോ, ഇതിലേതാണോ നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും ശക്തമായി വന്നത്, അതാണ് ലോകത്തെ മനസ്സിലാക്കാൻ നിങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്ന വഴി. ഓക്കെ, അപ്പൊ നമ്മൾ ഏത് ടൈപ്പാണെന്ന് നമുക്കിപ്പോൾ ഒരു ഐഡിയ കിട്ടി. ഇനി ഈ അറിവ് നമ്മുടെ ഡെയിലി ലൈഫിൽ, പ്രത്യേകിച്ച് മറ്റുള്ളവരുമായി സംസാരിക്കുമ്പോൾ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം, അല്ലേ? ഇതാണ് നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം. നമ്മൾ സാധാരണയായി സംസാരിക്കുന്നത് നമ്മുടെ സ്വന്തം ഭാഷയിലായിരിക്കും. അത് വിഷ്വലാവാം, ഓഡിറ്ററി ആവാം, കിനസ്തെറ്റിക് ആവാം. എന്നിട്ട് നമ്മൾ വിചാരിക്കും എല്ലാവർക്കും അത് അതേപോലെ മനസ്സിലാകുന്നുണ്ടെന്ന്. പക്ഷെ യഥാർത്ഥ പരിഹാരം എന്താണെന്ന് വെച്ചാൽ ഈ 3 ഭാഷകളും സംസാരിക്കാൻ നമ്മൾ പഠിക്കണം. അങ്ങനെയാവുമ്പോൾ നമുക്ക് ആരോടും വളരെ എളുപ്പത്തിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഇതെങ്ങനെ പ്രായോഗികമാക്കാമെന്ന് നോക്കാം. ഒരു ക്ലാസ് റൂം സങ്കല്പിക്കുക. ഒരു ടീച്ചർക്ക് ഈ ഐഡിയ എങ്ങനെ ഉപയോഗിക്കാം?
കാഴ്ചയിലൂടെ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ചിത്രങ്ങളും ഡയഗ്രങ്ങളും കാണിക്കാം. കേൾവിക്ക് പ്രാധാന്യം കൊടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടി കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞുകൊടുക്കാം, ചർച്ചകൾ വയ്ക്കാം. ഇനി ചെയ്തു പഠിക്കാൻ ഇഷ്ടമുള്ള കുട്ടികൾക്ക് വേണ്ടി ആക്ടിവിറ്റീസ് കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ 3 രീതികളും ഒരുമിച്ച് ഉപയോഗിക്കുമ്പോഴാണ് ആ അറിവ് ക്ലാസ്സിലെ എല്ലാവരിലേക്കും ശരിയായി എത്തുന്നത്. അപ്പോ ഈ പഠിച്ച കാര്യം ജീവിതത്തിലൊന്ന് പ്രയോഗിച്ചു നോക്കാനായിട്ട് നിങ്ങൾക്കൊരു ചെറിയ അസൈൻമെന്റ്. ഇന്നത്തെ നിങ്ങളുടെ മിഷൻ ഇതാണ്. ഒന്നാമതായി, ഇന്ന് നിങ്ങൾ സംസാരിക്കുന്ന ആളുകളെ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കുക. രണ്ടാമത്, അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കുകൾ ഏതാണെന്ന് ശ്രദ്ധിക്കുക. അതായത്, കാഴ്ചയുമായി ബന്ധപ്പെട്ട വാക്കുകളാണോ, കേൾവിയുമായി ബന്ധപ്പെട്ടതാണോ, അതോ ഫീലിംഗ്സുമായി ബന്ധപ്പെട്ടതാണോന്ന് നോക്കുക. അങ്ങനെ അവർ ലോകത്തെ കാണുകയാണോ, കേൾക്കുകയാണോ, അതോ ഫീൽ ചെയ്യുകയാണോ എന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇതൊരു നല്ല രസമുള്ളൊരു എക്സസൈസ് ആയിരിക്കും. അപ്പോ ഈയൊരു ചോദ്യം ഞാൻ നിങ്ങൾക്കായി വിടുന്നു. ആരുടെ ലോകമാണ് നിങ്ങൾ ഇന്ന് കുറച്ചുകൂടി നന്നായി മനസ്സിലാക്കാൻ പോകുന്നത്? അടുത്ത തവണ പുതിയൊരു വിഷയവുമായി കാണാം. നന്ദി.